ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നല്ലൊരു ബിസ്ക്കറ്റാണ്. അതുണ്ടാക്കിയിരിക്കുന്നത് ഓവനൊന്നും ഇല്ലാതെയാണ്, ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ 3/4 കപ്പ് ഗോതമ്പ് പൊടി, അതിലോട്ട് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് വേണ്ടത്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പാലൊക്കെ അധികമായി പോയാൽ നമുക്ക് കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഇടയിലൊക്കെ അങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര തരികൾ ഇതുപോലെ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. കയ്യിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടുക എടുത്തിട്ടാണ് അതിലൊരു മാർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോർക്കോ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുക്കാം. അപ്പം എല്ലാതും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കി എടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ very ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി.